ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ എന്നും ചോറും കൂട്ടാനൊക്കെ അല്ലേ വെക്കുന്നത്, ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വയ്ക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്കൊരു മടി തോന്നും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണം തോന്നും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ മുട്ടച്ചോറ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും പലരും ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതി, ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചോറ് അതിലേക്ക് ഇട്ടിട്ടും മുട്ട വേറെ കുത്തിപ്പൊരിച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും. പല രീതിയിലും അതേപോലെ മസാലകളുടെ മാറ്റങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു. മടി പിടിച്ചിട്ടല്ല കേട്ടോ, ഇടയ്ക്കൊരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ അത്, പ്രത്യേകിച്ച് മുട്ടച്ചോറ് അധികം മസാലകളുടെ കുത്തൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുകയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. എന്നാൽ വരൂ കാണാം. അപ്പോൾ 2 സബോള ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തക്കാളി വെച്ചാൽ 1 മതി. 2 പച്ചമുളകും, നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്, പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പൊടികൾ ചേർക്കണ സമയത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതേ ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ മുട്ടച്ചോറായതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ എന്താ വെച്ചാൽ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ചൂടായി വന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 ലീഫ്, അതുപോലെ ഒരു കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാച്ചാൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി പച്ചമുളക് നീളത്തിലരിഞ്ഞ് വെച്ച് കണ്ടില്ലേ, ആ പച്ചമുളകും, നല്ല എരിവുള്ള മുളകാണ് നമ്മുടെ വീട്ടിലുണ്ടായത്, അതുകൊണ്ട് കൂടുതലിടാത്തത് കേട്ടോ. പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കണതല്ലേ. അപ്പോൾ ആ 2 പച്ചമുളക് കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച സബോളയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കാരണം ഇനി നമ്മളിതിലേക്ക് മുട്ട ചേർക്കണം, ചോറ് ചേർക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സബോളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളത് കൊണ്ടാണ് 1/4 ടീസ്പൂൺ ആക്കിയത് കേട്ടോ. നിങ്ങളുടെ മുളകിൻ്റെ എരിവനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ ജീരകം പൊടിച്ചതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഏകദേശം 1 സ്പൂൺ മതി. അപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി മസാലകളൊക്കെ ഞാൻ കുറവഞ്ഞല്ലേ ഉപയോഗിക്കുന്നുള്ളൂ, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്തത്. അതും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ചിക്കൻ മസാലയുടെ പൊടി 1/4 ടീസ്പൂൺ ചേർത്തത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി അരിഞ്ഞു വെച്ചത് ചേർക്കുകയാണ്. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് ചോപ്പറിൽ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ചെറുതായി അരിഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ മസാലക്കൂട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. 4 മുട്ട ഞാൻ മസാലയൊക്കെ ഒരു സൈഡിലേക്ക് പകഞ്ഞ് മാറ്റിയിട്ട് മുട്ട അവിടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട എന്തിനാണ് അങ്ങനെ പൊട്ടിച്ചൊഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് മുട്ടയൊക്കെ നന്നായി കൊത്തി വരട്ടിയെടുക്കാം. നിങ്ങൾക്ക് മുട്ട ആദ്യം നിങ്ങൾ കൊത്തി വരട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മുട്ട നമ്മൾ അങ്ങനെ തന്നെ പൊട്ടിച്ചായിരിക്കും ഒഴിക്കുക, വേറെ ഇളക്കണമൊന്നുമില്ല, അങ്ങനെ കടന്നോട്ടെ. അപ്പോൾ ഈ 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് തൂവി കൊടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മുട്ട ഞാൻ അങ്ങനെ തന്നെ കടന്നോട്ടെ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുട്ട വരിക. അപ്പോൾ തിരിച്ച് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചത് അങ്ങനെ തന്നെ കുറച്ച് സമയം തീയിൻ്റെ ചൂടിൽ കടന്നിങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ എല്ലാം ഒന്നിച്ചായിട്ടുണ്ടാവും. അപ്പോൾ വലിയ പീസായിട്ട് വരും.
അങ്ങനെ വലിയ വലിയ പീസായിട്ട് വരുന്നതാണ് നമുക്ക് ഈ ചോറ് കഴിക്കുമ്പോൾ ഒരു രസം അല്ലേ. അപ്പോൾ ഞാൻ അതിന് മുകളിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട ഏകദേശം അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നു. ഞാൻ ഇളക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്ന സമയത്ത് മെല്ലെ മെല്ലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മറിച്ച് ഇങ്ങനെ കൊത്തിപ്പൊറുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. മുട്ടയുടെ പച്ചമണമൊന്നും കിട്ടില്ല, നല്ല മുരിഞ്ഞിട്ട് കിട്ടും ചെയ്യും, വലിയ പീസായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ആക്കിയതിന് ശേഷം വീണ്ടും ഞാൻ മസാലയുടെ കൂടെ മിക്സ് ചെയ്യാണ്. അങ്ങനെ മസാലയുടെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചോറ് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബസുമതി അല്ലെങ്കിൽ ബിരിയാണി റൈസ് ഏതെങ്കിലും ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ നമ്മുടെ സാധാരണ മട്ട അരിയുടെ ചോറാണ്. അപ്പോൾ ആ ചോറ് ഞാൻ വേവിച്ച് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ആ വേവിച്ച് വാർത്ത് വെച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചോറ് വേവ് കൂടരുത്. അതായത് ഒരു മുക്കാൽ വേവായാൽ തന്നെ നമ്മൾ വാർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതേ മുട്ടി മസാലയൊക്കെ ഞാൻ മിക്സ് ചെയ്തു. അതിന് മുകളിലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ്. ചോറിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിക്കോളൂ. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവൊക്കെ പാകമായിരിക്കും. ഞാൻ പറഞ്ഞു നമ്മൾ പച്ചമുളകും മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവൊക്കെ പാകമായിരിക്കും. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. നമ്മുടെ മുട്ട റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയില ഇട്ടിട്ട് ചോറിൻ്റെ ഒപ്പം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ. ഞാൻ അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഈ മുട്ടച്ചോറ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായില്ലേ? വളരെ സിമ്പിളാണ്. നമുക്ക് വേറൊരു കറിയും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു അച്ചാറുണ്ടായാൽ മതി അല്ലേ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ അച്ചാറില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് തൈരുണ്ടായാലും മതി. ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.